ഇതൊക്കെ ശരിക്കും ഇടാനുള്ളതാ ഇതൊക്കെ. ഹലോ ഫ്രണ്ട്സ്, വി ആർ ഇൻ ഫോർട്ട് കൊച്ചി ബീച്ച്. നമ്മൾ ഹോസ്റ്റലിൽ വെറുതെ ഇരുന്നപ്പോഴത്തേക്കും വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു എന്താണെങ്കിലും ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ആദ്യമേ സിനിമയ്ക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ കിടന്ന് ഉറങ്ങി. അപ്പം നല്ല ലേറ്റായി. അപ്പം നമ്മൾ നേരെ ഫോർട്ട് കൊച്ചി ബീച്ചിലോട്ട് വന്നു. അങ്ങനെ വലിയ കപ്പൽ കണ്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് വലിയ കപ്പലാണ്. അത് വലുതെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കപ്പൽ. ഗൈസ് വേണ്ട ആൾക്കാർ നോക്കുന്നുണ്ടായിരിക്കല്ലേ. ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഫോർട്ട് കൊച്ചി ബീച്ചിലാണ്. നമ്മൾ ഹോസ്റ്റലിൽ ഇരുന്ന് ബോറടിച്ചപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പം ബാക്കിയുള്ളതൊക്കെ കാണിച്ചു തരാം. അത് ഏറ്റവും അറ്റത്ത് നിൽക്കുന്നത് അശ്വതി, അർച്ചന, ഐഷു, പിന്നെ ഞാൻ. വെട്ടം കിട്ടുന്നില്ലടി. അങ്ങനെ നമ്മളിതേ ഫോർട്ട് കൊച്ചി ബീച്ചിലുള്ള ഒരു കിഡിലൻ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കടലൊക്കെ കണ്ട് നല്ല വിശാലമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാം. നമ്മൾ എന്താണല്ലോ ആസ് യൂഷ്വൽ പൊറോട്ടയും ചില്ലി ചിക്കനുമാണ് ഓർഡർ ചെയ്തത്. അപ്പം പൊറോട്ട 5 ഉള്ളതെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ 5 പൊറോട്ടയും 5 പിന്നെ വേറെ എന്തായിരുന്നു പറഞ്ഞത്, ചപ്പാത്തിയും പറഞ്ഞു. ഇവിടെ നമ്മൾ സെക്കൻഡ് ടൈമാണ് വരുന്നത്. ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് എൻ്റെ അമ്മേ, ഇവിടുത്തെ പൊറോട്ടയും ചില്ലി ചിക്കനും ഒന്ന് കഴിക്കണം, അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മൾ ആദ്യത്തെ വട്ടം കഴിച്ചപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് നമ്മൾ രണ്ടാമത്തെ വട്ടം ഇവിടുന്ന് തന്നെ കഴിച്ചത്. നല്ല സ്പൈസി, നമ്മൾ പറയുന്നതനുസരിച്ച് അവർ ഉണ്ടാക്കി തരും. നമ്മൾ പറഞ്ഞായിരുന്നു ഇച്ചിരി എരിവ് നമുക്ക് കൂട്ടിയിടണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നമുക്ക് നല്ല എരിവ് കൂട്ടിയിട്ടാണ് ഇവർ തന്നത്. അതുപോലെ ഇവിടുത്തെ ആംബിയൻസ് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ പൊറോട്ട ചില്ലി ചിക്കനും മാത്രമല്ല കേട്ടോ, എല്ലാ ഐറ്റംസും ഉണ്ട്. ഒട്ടുമിക്ക എല്ലാ ഐറ്റംസ് സീ ഫുഡാണ് കൂടുതലുള്ളത്. പിന്നെ അതല്ലാതെ മാഗി, നൂഡിൽസും, ഫ്രൈഡ് റൈസും അതും ഇതും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും നോക്കണം. കാരണം കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം വന്നപ്പോഴും ഇത് തന്നെയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മളിതേ കാഴ്ചയൊക്കെ കണ്ട് നടക്കുവാണ്. ഞാൻ എറണാകുളത്ത് ഇവിടെ പഠിക്കാൻ വന്നതിൽ ഒരുപാട് സ്ഥലത്തൊന്നും പോയിട്ടില്ല. വളരെ ചുരുക്കം ചില സ്ഥലത്തൊക്കെ പോയിട്ടുള്ളൂ. മറൈൻ ഡ്രൈവ്, അതല്ലെന്നുണ്ടെങ്കിൽ വേറെ എവിടെയാണ് അടുത്തുള്ള എവിടെയെങ്കിലുമൊക്കെ. പക്ഷേ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫോർട്ട് കൊച്ചിയാണ്. ഇവിടുത്തെ ബീച്ച് നല്ല രസം കാണാനായിട്ട്. നല്ല രസം എന്ന് പറഞ്ഞാൽ എപ്പോഴും പോകാൻ തോന്നും. കുറേ കടകളും അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യം പിന്നെ പറയാൻ പറ്റില്ല. ഈ അല്ലറ ചില്ലറ കച്ചറ പിച്ചറ അങ്ങനത്തെ ഫുഡൊക്കെ ഒരുപാടുണ്ട്. അപ്പം നമുക്ക് സമയം പോകുന്ന അറിയത്തില്ല. ഇവിടെ വന്നിട്ട് തിരിച്ചു പോകും എനിക്ക് ഏറ്റവും റിഗ്രറ്റ് തോന്നി, അല്ലെങ്കിൽ ഏറ്റവും വിഷമം തോന്നിയ കാര്യം ഈ പൂച്ചയാണ്. എനിക്ക് പൂച്ചേനെ ഭയങ്കര ഇഷ്ടം. പക്ഷേ മേടിക്കാൻ പറ്റില്ല, 300 രൂപയായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇപ്പോഴും ഞാൻ എൻ്റെ ഫോട്ടോ നോക്കി വിഷമിച്ചിരിക്കും. കാരണം മേടിക്കാൻ പറ്റില്ലല്ലോ, പൈസ ഇല്ലായിരുന്നുകൊണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എന്താണെങ്കിലും വീട്ടിൽ പൈസ ചോദിച്ചിട്ട് അത് ഞാൻ മേടിച്ചിരിക്കും. അങ്ങനെ നമ്മളൊരു കോൺ മേടിച്ചിട്ട് നമ്മൾ നേരെ വരുന്ന വഴിക്ക് നമ്മളൊരു കടയിൽ കയറിയേ, കമ്മലൊക്കെ വിൽക്കുന്നത്. അപ്പം അവിടെ 2 കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെ ഇങ്ങനെ മറ്റേ ഈ കൊതിൻ്റെ വലയിലൊക്കെ കിടത്തിയിരിക്കുമായിരുന്നു. ഒരു കുഞ്ഞിടെ വെറുതെ ഇരിക്കുമായിരുന്നു. നമ്മൾ സംസാരിച്ചിട്ട് നമ്മൾ മൈൻഡ് പോലും ആക്കിയില്ല. അങ്ങനെ നമ്മൾ ഈ ഓൾഡ് ഹാർബറിൻ്റെ അവിടെ ഇവിടെയൊക്കെ കുറേ നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു. നല്ല രസമായിരുന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. നന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ, ഇങ്ങനെ നടന്ന് നൈറ്റ്. പക്ഷെ നമ്മൾ ഓട്ടോ ചേട്ടൻ, നമ്മളിവിടെ കൊണ്ട് ഓരോ ഓട്ടോ ചേട്ടനാണ് ഉണ്ടാക്കിയത്. അപ്പം നമ്മുടെ പനമ്പള്ളി തന്നെ അടുത്തുള്ളൂ. അപ്പോൾ ചേട്ടൻ പറയുന്നത് 8 മണി കഴിഞ്ഞൊന്നും ഇവിടെ ഒരുപാട് നേരം നിൽക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കറിയാത്ത കുറേ ആൾക്കാരൊക്കെ അല്ലേ, ശരിയല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ നേരെ വിചാരിച്ചു നെഹ്റു പാർക്കിൽ വന്നിട്ട് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നേരെ നമുക്ക് ഹോസ്റ്റലിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. കാരണം ഹോസ്റ്റലിൽ 9 മണിയാകുമ്പോൾ കയറണം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നമ്മൾ 4 പേരും കൂടെ അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഗൈസ് ഒരു കോമഡി ഉണ്ടാകുന്നത് കേട്ടോ. അത് കണ്ടോ എന്താണെന്ന് വെച്ചാൽ ഗൈസ്, അങ്ങനെ നമ്മളിവിടെ പാർക്കിൽ വന്നിരിക്കുവാണ്. നമ്മൾ 3 പേരും കൂടെ. ഏത് പാർക്കാണ്? 4 പേരുണ്ട്. ഏത് പാർക്കാണ്? നെഹ്റു പാർക്കിൽ വന്ന് നമ്മളിങ്ങനെ ഇരിക്കുവാണ്. ഫോർട്ട് കൊച്ചി. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, കേൾക്കാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല, മൈക്കൊന്നുമില്ല നമ്മുടെ കയ്യിൽ. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുന്നതായിരിക്കും. എന്തൊക്കെയോ ഇവിടെ നിന്ന് കാണിക്കുന്നുണ്ടോ? നിങ്ങൾ കാണിച്ചിട്ട് ഇതൊക്കെ ശരിക്കും ഇടാനുള്ളതാ ഇതൊക്കെ. എന്തെങ്കിലുമൊക്കെ പറ. നമ്മളിവിടുത്തെ ആൾക്കാരെ കാണിച്ചു തരാം. ഇവക്ക് ഈ അശ്വതിക്ക് അയ്യോതെ അവിടെ കൂടെ പോകുന്ന ചെറുക്കൻ, നടന്നു പോകുന്ന ചെറുക്കനോട് ക്രഷ് അടിച്ചു. അവൻ ഇവിടെ തിരക്കി അവിടെ ഇവിടെ വരെ വന്നു. അവൻ തിരിഞ്ഞു നോക്കി. അതെ, അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ട് ഗൈസ്. അതൊക്കെ അശ്വതിക്ക് പ്രോത്സാഹനമായിട്ടാണ് കിടക്കുന്നത്. അവര് തിരിച്ച് വരുന്നുണ്ട്.
അങ്ങനെ ഗൈസ് നമ്മളൊരു 9 മണി അല്ല 9 കാലൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഹോസ്റ്റലിൽ റൂമിൽ വന്നു. അങ്ങനെ നമ്മളൊന്ന് മേലൊക്കെ കഴുകിയിട്ട് നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് ഹോസ്റ്റലിൽ ചെന്നു. ഹോസ്റ്റലിൽ ചെന്ന സമയത്ത് നമ്മളെ വീണ്ടും ഞെട്ടിച്ച് കളഞ്ഞു ഗൈസ്. കാരണം നല്ല ചിക്കൻ കറി ഉണ്ടായിരുന്നു, എപ്പോഴും ഉള്ളതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതെല്ലാം കൂടി കഴിച്ചു. ഇതാണ് നമ്മുടെ ലീലാൻഡ് ഞാൻ പല പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് നേരെ പോയി കിടന്നു തുടങ്ങി. അപ്പോൾ ഇത്രയുള്ളൊക്കെ ബൈ ചാറ്റ്.